ഒരു വീട്ടിലെ തന്നെയുള്ള അമ്മയുടെയും മോളുടെയും പേരക്കുട്ടിയുടെയും ഓണക്കോടിയാണ് നമുക്കിന്ന് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോണ എംബ്രോയ്ഡറി വർക്ക് എന്താണെന്നുള്ളത് ആദ്യമേ തന്നെ ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? സ്കേർട്ടിൽ ആദ്യമേ തന്നെ പ്ലേറ്റ് ഇട്ട ശേഷമാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തെടുത്തത് കേട്ടോ. ഞാനിങ്ങനെ തിരക്ക് പിടിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നൈനുവിനൊരു കഫ്താൻ തയ്ക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പഴയ സെറ്റും പൊക്കിക്കൊണ്ട് വന്നത് കേട്ടോ. തയ്യൽ പഠിച്ചു വരണേ ഉള്ളൂ, അത് കാരണം എപ്പോഴും സംശയമാണ്. അപ്പം നമ്മുടെ ഈ ഒരു തിരക്കിനിടക്കാണെങ്കിലും ആ ഒരു ഡൗട്ടൊക്കെ എപ്പോഴും ക്ലിയർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. പക്ഷെ അവൾ ചെയ്തെടുക്കണതെല്ലാം ഫൈനൽ ലുക്ക് കാണുമ്പോഴേക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോവാറുണ്ട് കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാട്ടെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കാണണത്. അപ്പോൾ സ്റ്റിച്ചിങ്ങും കൂടി കഴിഞ്ഞിട്ടുള്ള നൈനുവിൻ്റെ കഫ്താൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഞാനിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്ത് തരുമോന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സെല്ലാം ഇവിടെ തയ്ച്ച് തീരാറായിട്ടുണ്ട് കേട്ടോ. ഓസ്ട്രേലിയയിലേക്ക് അയക്കാനുള്ള ഓണക്കോടികളാണ് ഇതെല്ലാം. ഏകദേശം ഒരു 2 മാസം മുമ്പാണ് ഈ ഒരു കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പാറ്റേൺ ഒന്നും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും സെറ്റും മുണ്ടിലും എന്തെങ്കിലും നല്ല വർക്കും പിന്നെ അതുപോലെ മുക്കൂറ്റിയുടെ ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മക്കും മോൾക്കും ഒരു തൊട്ടാവാടി ഡിസൈനും പിന്നെ നമുക്ക് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ കൂടെ ആ ഒരു ബ്ലൗസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പ്രിൻസസ് കട്ടിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അമ്മൂമ്മക്കായിട്ട് ചെയ്ത ഒരു സെറ്റ് മുണ്ടിൻ്റെ അകത്താണെങ്കിൽ ഒരു ബ്ലൗസിൻ്റെ ബിറ്റും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സെറ്റ് മുണ്ടിൽ കസ്റ്റമൈസേഷൻ പല ആൾക്കാരും ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു തിരക്കിൽ ചിലപ്പോൾ എല്ലാം കൂടി എന്നെ കൊണ്ട് നടന്നെന്ന് വരില്ല. അതുകൊണ്ടിട്ടാണ് പുതിയ ഓർഡറൊന്നും എടുക്കാത്തത് കേട്ടോ.